തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും കേരള നിയമസഭയും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്കും കൂടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ബുക്ക് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. നിയമസഭ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ബുക്ക് ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇത്. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ഇവിടെ പോയിരിക്കണം കേട്ടോ. അത്രമാത്രം പുസ്തകങ്ങളാണ് ഇവിടെ ഇവർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നിയമസഭയ്ക്ക് അകത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസും കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്പുകളൊക്കെ നമുക്കൊരു കൗതുകമാണ് കേട്ടോ. ശ്രീനിവാസന് ആദരം അർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റേജും അവർ ഒരുക്കിയിട്ടുണ്ട്. നിയമസഭയുടെ ഉള്ളിലുള്ള ക്യാൻറ്റീനും കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റാളുകൾക്കും പുറമെ തന്നെ വലിയ ഒരു ഫുഡ് കോർട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അവിടെ ഫുഡ് വിളമ്പുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് വളരെ റീസണബിൾ റേറ്റിൽ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അവിടുത്തെ മ്യൂസിയം കാണാൻ പറ്റും. 2 മ്യൂസിയങ്ങളാണ് ഉള്ളത്. ഒരു മ്യൂസിയം കുറച്ചും കൂടി ഡിജിറ്റൽ ആയിട്ടുള്ള മ്യൂസിയം ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ പഴയ മ്യൂസിയം. ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ഗൈഡുമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ എന്നെ ആകർഷിച്ചത് നമ്മൾ TV-യിൽ മാത്രം കണ്ടുപരിചയമുള്ള ആ അസംബ്ലി ഹാള് നമുക്ക് നേരിട്ട് കാണാം, അവിടെ പോയി ഇരിക്കാം. അവിടുത്തെ ഗൈഡുമാരെ അവിടുത്തെ ഓരോ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റൂല. ഒരുപാട് ചർച്ചകളും പുസ്തക പ്രകാശനവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റിയൊരു സംഭവമാണ്. 13-ാം തീയതി വരെയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കണേ.